പൂച്ചകണ്ണിയായ മോഹിനിയെ അറിയാത്തവരാരും ഉണ്ടായിരിക്കില്ല. വളരെ സൗന്ദര്യമുള്ള കണ്ണുകളുള്ള മോഹിനിയെ നാടോടി എന്ന ചിത്രത്തിലൂടെയാണ് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. പിന്നീട് പഞ്ചാബി ഹൗസ് എന്ന സിനിമയുടെ വിജയം മോഹിനി എന്ന നടിയെ ഉയർത്തി എന്ന് പറയുന്നതാണ് സത്യം. ബഹുമുഖ താരങ്ങൾക്കൊപ്പം നിരവധി അനവധി ചിത്രങ്ങളും കഥാപാത്രങ്ങളും. ഓരോ ചിത്രങ്ങളും കഥാപാത്രങ്ങളും വളരെയധികം ശ്രദ്ധ നേടി. ജയറാം, മോഹൻലാൽ, ദിലീപ് തുടങ്ങി പ്രമുഖർക്കൊപ്പമായിരുന്നു ഓരോ സിനിമകളും. ഓരോ സിനിമകളിലും ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ് തന്നെ മോഹിനി കാഴ്ചവെക്കുകയും ചെയ്തു. എന്നാൽ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലെല്ലാം ശ്രദ്ധ നേടിയത് മോഹിനിയുടെ ആത്മഹത്യാ വാർത്തയാണ്. മോഹിനി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായി എത്താൻ തുടങ്ങിയപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മോഹിനി തന്നെ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഒരു തവണയല്ല 7 തവണയാണ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നൊക്കെയാണ് മോഹിനി പറയുന്നതെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതിന്റെ കാരണവും പറയുന്നുണ്ട്. തനിക്ക് അകാരണമായ ഡിപ്രഷൻ ഉണ്ടായി. ഭർത്താവിനും മക്കൾക്കുമൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണെങ്കിൽ പോലും താൻ അകാരണമായ ഡിപ്രഷനിലേക്ക് പോയി. അതിന്റെ കാരണം എന്താണെന്ന് അറിയുവാൻ വേണ്ടി താൻ ഒരു ജ്യോത്സ്യനെ കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞത് ഭർത്താവിന്റെ കസിനായ ഒരു സ്ത്രീ തനിക്കെതിരെ കൂടോത്രം പോലെയുള്ള എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നാണ്. അതിനെ തുടർന്നാണ് താൻ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചത് എന്ന്. അതിലൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. ശരിയാണ്, എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് ഞാൻ ആലോചിച്ചു നോക്കി. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഡിപ്രഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവാൻ കാരണം ആ കൂടോത്രമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കില്ലല്ലോ. ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പേടിയുള്ള ഞാൻ ധൈര്യത്തോടെ അത് ചെയ്യാൻ നോക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് മോഹിനി പറയുന്നത്. ഈ ക്രൂഷ്യൽ ഘട്ടത്തിൽ തന്നെ സഹായിച്ചത് തൻ്റെ ജീസസ് ആണ്. അതോടെയാണ് തനിക്ക് ജീസസിൽ വിശ്വാസം ഉണ്ടാകുന്നത്. ആരുമില്ലാതിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ജീസസ് മാത്രമാണ്. അങ്ങനെ ഞാൻ ജീസസിൽ വിശ്വസിക്കാൻ തുടങ്ങി എന്നൊക്കെയാണ്. അങ്ങനെയാണ് ഈ കാര്യത്തെക്കുറിച്ച് മോഹിനി പറയുന്നത്.